ഇതാണോ ഡോക്ടർ ഹരിത നമ്മുടെ ദിഗംബരന്റെ എണ്ണത്തോണി? ദിഗംബരന്റെ എണ്ണത്തോണി അല്ല, അത് പഞ്ചഭൂതയുടെ എണ്ണത്തോണിയാ. ഇതാണ് ശരിക്കും എണ്ണത്തോണി എന്ന് പറഞ്ഞ സംഭവം. അതെ, നമുക്ക് ഒരുപാട് വാതരോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പക്ഷാഘാതം, അതായത് സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസ്, അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് ഒരു സൈഡ് തളർന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൂവ്മെന്റ്സ് അത്ര ഫ്ലെക്സിബിൾ ആയിട്ട് നടക്കുന്നില്ല, വേദനകളുണ്ട്, അങ്ങനെ മൊത്തം ശരീരവേദന, ജോയിന്റ് വേദന, നീര് വരിക, അങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസിന് നമുക്ക് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ഒരുപാട് ബെനിഫിറ്റ്സ് തരും. അതിന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നമുക്ക് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ എണ്ണത്തോണിയിൽ നമ്മൾ പൊതുവെ കിഴികളും മസാജും ഓയിൽ മസാജ്, അഭ്യംഗം, കിഴി, ധാര, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെയാണ് ചെയ്യുക. ഇത് ആക്ച്വലി പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിന്റെ ഒരു പൂർവ്വകർമ്മം എന്നാണ് പറയുക. അതായത് നമ്മുടെ ശരീരത്തിന് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഈ സ്വേദനം എന്ന് പറയുക, ശരീരം ചൂടാക്കുന്ന പോലെയുള്ള ട്രീറ്റ്മെന്റ് രീതികൾ. അതിനാണ് ഈ എണ്ണത്തോണി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റീം ബാത്ത് ഉണ്ട്. അതായത് സ്റ്റീം ബാത്തിൽ ഞാൻ ഒരിക്കലും കയറിയിട്ടുണ്ട്. ചൂടുണ്ട്. നമുക്ക് ചൂട് കൊടുക്കേണ്ടത് പല അസുഖങ്ങൾക്ക് പല രീതിയിലുള്ള ചൂടാണ് കൊടുക്കേണ്ടത്. എല്ലാവർക്കും സ്റ്റീം ബാത്തിൽ കയറി ഇരുന്നത് കൊണ്ട് സുഖം കിട്ടണം എന്നില്ല. ഇപ്പൊ ഒരു യൂറിക് ആസിഡ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്കൊരു ചൂർണക്കിഴി കൊണ്ടുള്ള ചൂടായിരിക്കും അയാൾക്ക് കുറച്ച് നല്ലതുണ്ടാവുക. ഇപ്പോ അങ്ങനത്തെ അല്ലാത്തൊരു ടൈപ്പിന് ചിലപ്പോൾ ഇലക്കിഴി കൊണ്ടുള്ളതായിരിക്കും. അങ്ങനെ ഓരോ കണ്ടീഷനും ഓരോ രീതിയിലുള്ളതാണ്. ഇപ്പൊ നമുക്ക് എല്ലാ അസുഖത്തിനും എണ്ണയിട്ടിട്ട് തലോടി കഴിഞ്ഞാൽ അസുഖം മാറില്ല. ഇപ്പൊ നീരുള്ള ഒരു കണ്ടീഷനിൽ എണ്ണയിട്ട് തലോടി കഴിഞ്ഞാൽ എന്ത് പറ്റും? നീര് കൂടും, പേഷ്യന്റിന് ബുദ്ധിമുട്ട് കൂടും. അല്ലാണ്ട് അത് ബെനിഫിറ്റ് അല്ല. ഇപ്പൊ ആയുർവേദത്തിൽ എണ്ണ ഉണ്ട് എന്ന് വെച്ചിട്ട് എല്ലാ വേദനകൾക്കും എണ്ണയല്ല സൊല്യൂഷൻ. ഇപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും സ്റ്റാഫും ഈ ഒരു പഞ്ചകർമ്മ സെറ്റപ്പ് വെച്ച് നമുക്ക് അതിനനുസരിച്ച് എന്താണോ ഓരോരുത്തരുടെ ബോഡിക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.